അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ നമ്മുടെ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിച്ച നോമ്പുകളും നമസ്കാരങ്ങളും തറാവീഹ് നമസ്കാരങ്ങളും ഖുർആൻ ഓതലുകളും മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായ കബൂലിയത്ത് നൽകി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ, വീഴ്ചകൾ, കുറവുകൾ ഒക്കെ അല്ലാഹു പരിപൂർണമായി പുറത്തു മാപ്പാക്കി സജ്ജനങ്ങളിലും ഉത്തമ മുത്തഖീങ്ങളിലും നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിൻ്റെ 13ാമത്തെ തറാവീഹിലേക്കാണ് ഇന്ന് നാം കടക്കാൻ പോകുന്നത്. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിൽ പരിശുദ്ധമായ റമദാനിൻ്റെ 13ാമത്തെ തറാവീഹ് നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജാഅ യൗമൽ ഖിയാമത്തി ആമിനൻ മിൻ കുല്ലി സൂഇൻ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, 13ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം, നാളെ ഖിയാമത്ത് നാളിൽ അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ലാത്ത രീതിയിൽ, ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഒരുപാട് തിന്മകളുടെ ആധിക്യം കൊണ്ടാണ് നാം ഈ ദുനിയാവിൻ്റെ ലോകത്ത് നാം ജീവിക്കുന്നത്. പക്ഷേ 13ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ അവനെ ഹാജരാക്കപ്പെടുന്നത് അവന് ഒരു കുറ്റവും ഇല്ല. ജാഅ യൗമൽ ഖിയാമത്തി ആമിനൻ മിൻ കുല്ലി സൂഇൻ. എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി മോചനം നേടിയ രീതിയിലാണ്, ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ, ഒരു മോശത്തരവും ഇല്ലാത്ത രീതിയിലാണ് നാളെ റബ്ബിൻ്റെ മുന്നിൽ അവനെ ഹാജരാക്കപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ പരിശുദ്ധരായി തീരുവാൻ വേണ്ടി നമ്മുടെ ഓരോ തറാവീഹ് നമസ്കാരങ്ങളും അതിൻ്റെ പുണ്യങ്ങളും കരസ്ഥമാക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, കുടുംബാദികൾക്ക് മുഴുവനും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.